തിരഞ്ഞെടുപ്പടുക്കുമ്പോൾ വ്യാജ ജാതിമത ആരോപണങ്ങളുമായി ഇടതുപക്ഷ നേതാക്കൾ രംഗത്തിറങ്ങുന്നത് പരാജയം ഉറപ്പായതുകൊണ്ടാണെന്ന് PMA സലാം വിമർശിച്ചു. കഴിഞ്ഞ വടകര തിരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പലിന്റെ വിജയം തടയാൻ നിർമ്മിച്ച വ്യാജ സ്ക്രീൻഷോട്ട് കേസ് LDF നേതാക്കളിലേക്ക് നീങ്ങുമെന്ന് കണ്ടപ്പോൾ അവസാനിപ്പിക്കുകയായിരുന്നു. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർ UDF അധികാരത്തിൽ വരുമ്പോൾ മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. SDPIയെയും വെൽഫെയർ പാർട്ടിയെയും ലീഗിനെതിരായ ആയുധമായി വളർത്തിയത് CPM ആണ്. എന്നാൽ ഇത്തവണ വേങ്ങരയിൽ കഴിഞ്ഞ തവണ SDPI സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയാണ് LDF സ്വതന്ത്രനായി മത്സരിക്കുന്നത്. SDPIയുടെ ഔദ്യോഗിക ചിഹ്നമായ കത്രികയിലാണ് ഈ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് എന്നതിൽ ഇടതുപക്ഷം മറുപടി പറയണമെന്നും സലാം ആവശ്യപ്പെട്ടു. സ്ക്രീൻഷോട്ട് ഷാഫിയുടെ വിജയം ഉറപ്പായപ്പോ വന്നതാണ്. അതേക്കുറിച്ച് അന്വേഷണം നടത്തി സൈബർ സഖാക്കളെ മുഴുവൻ തിരിച്ചറിഞ്ഞു. അതിന്റെ ഉറവിടത്തിലേക്ക് ചെന്നപ്പോ വലിയ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരിലേക്കാണ്, അവരുടെ കുടുംബങ്ങളിലേക്കാണ് മനസ്സിലായപ്പോ അന്വേഷണം നീണ്ടു. അതുപോലെ ഈ സ്ഥാനാർത്ഥിയുടെ ഇടതുമുന്നണിയുടെ സംസ്ഥാന കൺവീനറാണ്. 3 തവണ അവിടെ MLA ആയ വ്യക്തിയാണ്. പരാജയം കൺമുമ്പിൽ കണ്ടപ്പോൾ ഇബ്രാഹിണ്ടായിട്ടുണ്ടാകാം. അതിന്റെ ഫലമായി വന്ന വ്യാജ ജാതീയമായ വംശീയമായ ആരോപണങ്ങൾക്കെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി അന്വേഷിക്കട്ടെ നീതിപൂർവ്വം. ഇല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ല, ഞങ്ങൾ അന്വേഷിച്ചോളാം. ഏതായിരുന്നാലും ഈ കുറ്റവാളികളെ മുഴുവൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതിന് പകരം വെക്കാൻ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കി ഫാത്തിമയുടെ മേലിൽ ആരോപണം കൊടുത്ത് നടക്കുന്നുണ്ട്. അന്വേഷിച്ചോട്ടെ, ഞങ്ങൾക്ക് യാതൊരു പേടിയില്ല. ഇടതുപക്ഷത്തെ പോലെ ഞങ്ങൾക്ക് അന്വേഷണത്തെ ഭയപ്പെടുന്നില്ല. വികസനത്തെക്കുറിച്ചോ വിലക്കയറ്റത്തെക്കുറിച്ചോ സംസാരിക്കാൻ ഭയപ്പെട്ട CPM വ്യാജ ആരോപണങ്ങളിൽ അഭയം തേടുകയാണ്. മുസ്ലിം ലീഗിലെ വനിതകളെക്കുറിച്ച് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് UDFന്റെ വളർച്ചയിൽ വിരളിപ്പൂണ്ടവരാണെന്നും വയനാട് ദുരിതാശ്വാസ ഫണ്ടിൽ കോൺഗ്രസ് വ്യക്തമായ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ കുറഞ്ഞ ദിവസങ്ങൾ അവശേഷിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ ഞങ്ങൾക്ക്. തുടക്കത്തിൽ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് വിജയപ്രതീക്ഷയാണ് UDFന്. ജനങ്ങളുമായി അടുത്തറിയപ്പോ വാർഡുകളിലേക്കും ബൂത്തുകളിലേക്കും മണ്ഡലങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത് നല്ല ശുഭപ്രതീക്ഷയിലാണ്. ആ ജനങ്ങളുടെ, ഞങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ജനങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അതിനനുസൃതമായ പദ്ധതികൾ UDF തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാനോ ഒറ്റിയോദിക്കാനോ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ, അധിക നികുതി ഭാരം വർദ്ധിപ്പിക്കാതെ എങ്ങനെ ഖജനാവ് സമ്പുഷ്ടമാക്കാം, അതുവഴി എങ്ങനെ വികസന പദ്ധതികൾ നടപ്പാക്കാം, അതുവഴി എങ്ങനെ ജനക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോകാമെന്നതിനെ കുറിച്ച് കേരളത്തിനകത്തും പുറത്തും ലോകമെമ്പാടുമുള്ള മലയാളികളായ സാമ്പത്തിക വിദഗ്ധരെ കൊണ്ട് ചർച്ച നടത്തി പരിപാടികൾ ആസൂത്രണം ചെയ്ത് മാനിഫെസ്റ്റോയിൽ പ്രകടന പത്രികയിൽ അവതരിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞങ്ങൾ വോട്ടുചോദിക്കുന്നത്. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ കേരളത്തിലും CPMന് കനത്ത തിരിച്ചടി നേരിടുമെന്നും PMA സലാം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. Even